ഹായ് ഗൈസ്, നമ്മളിന്ന് പുതിയൊരു യാത്ര പുറപ്പെടുവാണ്. നമ്മൾ സീക്കുട്ടനാടിൻ്റെ പാതിരാമണലിലേക്കുള്ള പുതിയൊരു ബോട്ട് യാത്രയ്ക്കാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. ഒരു കറ്റമരൻ മോഡലിലുള്ള ഒരു ബോട്ടാണ്. കുറച്ചുകൂടെ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ഉള്ള ബോട്ടാണ്. 92 സീറ്റുകളാണ് ഈ ബോട്ടിൽ ഉള്ളത്. അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നമുക്ക് അപ്പർ ഡെക്കിലും സീറ്റുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാബിനിൽ നമുക്ക് GPS സിസ്റ്റവും ബോട്ടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം. ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്റേഴ്സാണ്. ബോട്ടിൻ്റെ ഓരോ അലേർട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സ്വിച്ചസും ലൈറ്റ്സൊക്കെയാണ് കാണുന്നത്. ഇത് ബോട്ടിൻ്റെ ഒരു പ്ലാനാണ്. അതിൻ്റെ അപ്പർ ഡെക്ക്, ലോവർ ഡെക്ക്, ബാക്കി ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഇത് ക്രൂവിൻ്റെ ഒരു വെൽക്കം സ്പീച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ പുന്നമട കായലിലേക്ക് പ്രവേശിച്ച് നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പാതിരാമണലിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഈ കാണുന്നത് പുന്നമട ഹൗസ് ബോട്ട് ടെർമിനലാണ്. ഹൗസ് ബോട്ടുകൾ നിരനിരയായിട്ട് പാർക്കിരിക്കുന്ന കാരണം എല്ലാ ഗസ്റ്റുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ബോട്ടിനുള്ളിൽ എല്ലാവർക്കും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പർ ഡെക്കിലും അത്യാവശ്യം ആൾക്കാർ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടും വെയിലും ഉണ്ട് ഇപ്പോൾ. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കുട്ടനാടിൻ്റെ ഒരു കൈനഗിരി യാത്ര നടത്തിയിരുന്നു. അപ്പം അതും ഇതുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണെങ്കിൽ ഞാൻ പറയാം. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം ടൂറിസ്റ്റ് പർപ്പസും അതേപോലെ തന്നെ കുട്ടനാട്ടിലെ ആൾക്കാർക്കുള്ളൊരു യാത്ര ബോട്ടും ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് പ്യൂർലി ടൂറിസ്റ്റ് പർപ്പസ് മാത്രമാണ്. അത് എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി ഓരോ ബോട്ടിലും നിർത്തിയിട്ടേ ആ ബോട്ട് സഞ്ചരിക്കുകയുള്ളൂ. എന്നാൽ ഇത് ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ നേരിട്ട് പാതിരാമണലിലേക്കാണ് പോകുന്നത്. ഇത് മാത്രമല്ല, ഇത് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അത് സ്പീക്കറിൽ പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 2 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട് പാതിരാമണലിൽ എത്താൻ. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാത്രമേ അവിടെ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. മൊത്തം 5 മണിക്കൂറിനടുത്ത് ഈ യാത്രയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ദയവായി എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടാലും നിങ്ങൾക്ക് ബോറടിക്കില്ല. കാരണം കുട്ടനാടിൻ്റെ ദൃശ്യഭംഗിയെക്കുറിച്ച് നമ്മളെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലും ലോവർ ഡെക്കിലും എല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് വെച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്.
മറ്റുള്ളവർക്ക് അധികം പരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടനാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾ കരിമീൻ പിടിക്കുന്ന കാഴ്ചയാണ്. കരിമീൻ വെള്ളത്തിലിറങ്ങി നിന്ന് പിടിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഇത് ബോട്ടിലെ ചെറിയൊരു ഷോപ്പാണ്. ചെറിയ സ്നാക്സ്, ചോക്ലേറ്റ്, ജ്യൂസ് എല്ലാം അവിടെ നിന്ന് ലഭിക്കും. അത്യാവശ്യം നല്ല വെയിലും ചൂടുമുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുന്ന കാരണം കാറ്റടിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. എല്ലാവരും അത് കാരണം ഒരു തണൽ തേടി ഡെക്കിൻ്റെ ഷാഡോയുടെ അവിടെയാണ് കൂട്ടം കൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഏകദേശം ഇപ്പോൾ പാതിരാമണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങളിൽ ഈ വേമ്പനാട് കായലിൽ തന്നെ മറ്റു ഭാഗമായി ഏകദേശം 50 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു ദ്വീപാണ് കാണപ്പെടുന്നത്. അതായത് കേരളത്തിന്റെ കിഴക്കൻ ജില്ലയിൽ നിന്നുള്ള ഒട്ടനവധി നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. ആ നദികളിൽ നിന്നുള്ള എക്കലും മണ്ണുമൊക്കെ അടിഞ്ഞ് ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൂടെയാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ നിസ്സാരമായ സ്ഥലമാണ്. മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ ജലവാഹനത്തിന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപ്രദേശമുണ്ട്. ആ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ഈ ഭൂമി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് വിനോദനാടിന്റെ നമ്മളിപ്പോൾ പാലാമണൽ ദ്വീപിനോട് ചേർന്നുള്ള ബോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ദ്വീപിലിറങ്ങിയ ശേഷം ഒരു അരമണിക്കൂറാണ് നമുക്കത് കാഴ്ചകളിലേക്ക് പോകാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി ബോട്ടിൽ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കുടുംബശ്രീയിലുള്ള ചേച്ചിമാരാണ് നമുക്കായി ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോർമലി ഊണും പിന്നെ കരിമീൻ വറുത്തതും കക്കറച്ചി വറുത്തതും അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് എക്സ്ട്രാ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്ട്രാ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കായിട്ട് അവർ സെർവ് ചെയ്യുന്നതായിരിക്കും. ബോട്ട് ഇപ്പോൾ ഡോക്ക് ചെയ്തിട്ട് എല്ലാവരും ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കാഴ്ചകളിലേക്ക് പോയിട്ടുണ്ട്. ദ്വീപിൻ്റെ വിസ്തീർണം ഏകദേശം 54 ഏക്കറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 14ഓളം കുടുംബങ്ങൾ ഈ ദ്വീപിനുള്ളിൽ വസിച്ചിരുന്നു. അതിനുശേഷം സർക്കാർ അവരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയും ഇവിടെ ഒരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒത്തിരി ദേശാടന പക്ഷികളുടെയും ഔഷധ ഗുണമുള്ള കുറേ സസ്യങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥ കൂടെയാണ് പാതിരാമണൽ ദ്വീപ്.
നമ്മുടെ കൂടെ തന്നെ വേഗ ബോട്ട് സർവീസും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഒരു കറ്റമരൻ ബോട്ടാണ്. അതിൽ 120ഓളം സീറ്റുകളുണ്ട്. അതിൽ ഒരു ക്യാബിന് AC ആണ്. ഇപ്പോൾ നമ്മൾ നടന്ന് ദ്വീപിൻ്റെ വടക്കേ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഗുരുമന്ദിരം കാണാം. നമുക്കവിടെ ഫോട്ടോ എടുക്കാനുള്ള ചെറിയ ബാമ്പു ബെഞ്ചുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഊഞ്ഞാലുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ദ്വീപിൻ്റെ സ്ഥാനം വരുന്നത്. ഒരു രസകരമായ കാഴ്ചയാണത്. ആ കുട്ടിക്ക് ഊഞ്ഞാലിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അത് ചവിട്ടി കയറാനായിട്ട് കുറച്ച് കരിയില വാരിയിട്ടിട്ട് അതിൽ ചവിട്ടി ഊഞ്ഞാലിൽ കയറാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ നടന്നില്ല, പുള്ളിക്കാരൻ അത് വിട്ടു. ഇവർക്ക് വലിയതല്ലേ, വലുതാ പോയത്. കണ്ട അതിൻ്റെ ആ ഡിസൈൻ കണ്ട. ഇങ്ങോട്ട് വരും. നമ്മളിപ്പം തിരിച്ച് ബോട്ടിലേക്ക് പോവുകയാണ്. നമ്മളോട് പറഞ്ഞ അരമണിക്കൂർ ഏകദേശം ആവാറായി. അപ്പോൾ എല്ലാവരും തിരിച്ച് ഇപ്പോൾ ബോട്ടിലേക്ക് നടക്കുകയാണ്. വേഗയിൽ വന്ന ആൾക്കാർ കുറച്ച് പേര് ഇപ്പം ദ്വീപ് കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കുട്ടനാടിൽ വന്ന് ഒട്ടുമിക്ക എല്ലാവരും അവിടെ എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം തിരിച്ച് ബോട്ട് കെട്ടിലേക്ക് എത്തി. ആത്മാവിന് ശാന്തി കൊടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു കുലുക്ക് സർബത്ത് കഴിക്കാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഏറുമാടം അവർ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒരേപോലെ കയറാവുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഭാഗത്തായിട്ടാണ് ഏറുമാടം
സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് കാണാനായിട്ടാണ് അവിടെ തിരക്ക് കൂട്ടുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് ഏർമാടം എത്തിയിട്ടുള്ളത്. എല്ലാവരും അതിന് മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബോട്ട് പുറപ്പെടാറായി. ബോട്ടിലെ ഡ്രൈവർ ഫോൺ മുഴക്കുന്നുണ്ട്. അപ്പം ലഞ്ച് ബോട്ടിനുള്ളിൽ സെർവ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീയുടെ ചേച്ചിമാരാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. വേഗ ബോട്ട് നമ്മുടെ ബോട്ടിനോട് ചേർന്ന് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം പുറപ്പെടാറായി. അത് കാരണം വേഗ ബോട്ട് റിവേഴ്സ് എടുത്ത് നമുക്ക് പോകാനുള്ള വഴി തരികയാണ്. നമ്മൾ പുറപ്പെട്ട കുറച്ച് സമയത്തിന് ശേഷം തന്നെ വേഗ പുറപ്പെടുകയും നമ്മൾ ഓവർടേക്ക് ചെയ്തു പോവുകയും ചെയ്തു. ആ കാണുന്ന ബോട്ട് കുമരകം മുഹമ്മ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗവൺമെൻറ് സർവീസ് ബോട്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം കുമരകം ഭാഗത്ത് കഴിഞ്ഞു. വേഗ സർവീസ് നമ്മുടെ തൊട്ട് മുന്നേ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഈ കാണുന്ന ലൊക്കേഷൻ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. സ്ഫടികം സിനിമയിൽ ആടുതോമേനെ കറുപ്പൻ ബാസ്റ്റിൻ കുത്തി മലർത്തിയത് ഈ സ്ഥലത്താണ്. ആ സിനിമയുടെ പല ഭാഗങ്ങളും ഈ പരിസരത്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായി വന്ന കുറേ റിസോർട്ടുകളുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാണോ അതോ വെയിൽ കൊണ്ടാണോ അപ്പുറത്തിൽ ഇപ്പോൾ അധികം ആരും ഇല്ല. ഈ കാണുന്ന ചർച്ച് നമ്മുടെ സിജു വിൽസൻ്റെ വരയൻ എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ലൊക്കേഷൻ ഈ പള്ളിയാണ്.
ബോട്ടിനുള്ളിൽ ഇപ്പോൾ ക്രൂ കലാശക്കൊട്ടിനുള്ള കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ച് പുന്നമടക്കായലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ യാത്ര ഇവിടെ പര്യവസാനിക്കും. ആ കാണുന്നത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ട നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ്. അതിൻ്റെ പവലിയനും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാം. കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇത് കണ്ടിരുന്നു. ഇത് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡോക്യാർഡാണ്. സ്ക്രാപ്പായി പോയ ബോട്ടുകൾ സൂക്ഷിക്കാനുള്ളതും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വന്ന ബോട്ടുകൾ മെക്കാനിക്കൽ വർക്കൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ.
യാത്ര ഏകദേശം പര്യവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ബോട്ടിലെ ക്രൂ നമ്മൾ യാത്രക്കാർക്കായിട്ടൊരു ഫെയർവെൽ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 11 മണിക്ക് തുടങ്ങിയ നമ്മുടെ യാത്ര ഏകദേശം 4 മണിയോടെയായിരുന്നു. എന്നും ഞങ്ങൾ പറയാറുണ്ട് 5 മണിക്കൂർ കൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളുള്ള യാത്രയായിരുന്നു നമ്മളല്ലേ. ഇതിൽ ഒറ്റ കുടുംബം പോലെ മാറിയെന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ നമ്മളിന്ന് ഒറ്റ കുടുംബം പോലെ മാറിയിരിക്കുകയാണ് അല്ലേ. ഇന്ന് കൈയടിച്ചുണ്ട്. ബോട്ട് ഇപ്പം ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മാതാ ജെട്ടിയിലെത്തി. ഇപ്പോൾ ബോട്ട് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല സ്കില്ല് വേണ്ട ഒരു പരിപാടിയാണിത്. മുന്നിൽ കാണുന്ന ഷിപ്കാർ ബോട്ടിൽ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ബോട്ടിപ്പോൾ ഡ്രൈവർ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മറ്റുള്ള ബോട്ടുകൾ നമ്മൾ ബോട്ട് മാറ്റിയിട്ട് പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ബോട്ടിപ്പം ഏകദേശം ജെട്ടിയോട് അടുപ്പിച്ചു ഡോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വേഗ ബോട്ടും നമ്മളോട് ഏകദേശം ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ബൈ.